ശരി, ഞാനൊന്ന് അമ്പലപ്പുഴ രാധാകൃഷ്ണനിലേക്ക് പോകുന്നു. അദ്ദേഹം നടൻ തിലകൻ്റെ സുഹൃത്താണ്. ശ്രീ അമ്പലപ്പുഴ രാധാകൃഷ്ണൻ, ഇപ്പോൾ തിലകൻ ചില ഘട്ടങ്ങളിൽ ചില വെളിപ്പെടുത്തലുകൾ, തുറന്നു പറച്ചിലുകൾ നടത്തി. അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് സിനിമയിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം പോലും ഉണ്ടായി. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഇവിടെ ഒരു മാഫിയ പ്രവർത്തിക്കുന്നു എന്നാണ്. അത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ അതേ വാചകം തന്നെ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും വരുന്നു എന്നുള്ളതാണ്. ഇന്നലെ ഇപ്പോൾ തിലകൻ്റെ മകളും ചില കാര്യങ്ങളിൽ പ്രതികരിക്കുകയുണ്ടായി. താങ്കളുടെ ഒരു മനസ്സിലാക്കൽ, തിലകൻ്റെ അടുത്ത സുഹൃത്ത് എന്ന നിലയ്ക്ക് എന്തൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത്? ഹലോ ശ്രീ രാധാകൃഷ്ണൻ, കേട്ടോ? ഹലോ, എൻ്റെ ചോദ്യം കേട്ടോ? പറയൂ. ഞാൻ പറഞ്ഞത്, അതായത് തിലകൻ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു, തുറന്നു പറച്ചിലുകൾ നടത്തിയിരുന്നു, സിനിമയെ നിയന്ത്രിക്കുന്ന ഒരു മാഫിയാണ് എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് അവസരം പോലും നൽകാത്തൊരു സാഹചര്യം കൂടി നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അതേ കാര്യങ്ങൾ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും വരികയാണ്. ആ മാഫിയ എന്ന വാക്ക് തന്നെയുണ്ട്. അപ്പോൾ താങ്കൾ തിലകൻ്റെ അടുത്ത സുഹൃത്ത് എന്ന നിലയ്ക്ക് എന്താണ് അദ്ദേഹം ആ കാലത്ത് പറഞ്ഞിരുന്നത്? അദ്ദേഹം ചില കാര്യങ്ങൾ ഓർമ്മിക്കാമോ? തിലകൻ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ 100% ശരിയാണെന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ നമുക്കെല്ലാം മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, മലയാള സിനിമയിൽ അമ്മ എന്ന് പറഞ്ഞ സംഘടനയിലും ഫെഫ്കയിലും ഒരു മാഫിയ സംഘം പ്രവർത്തിക്കുന്നു. അത് തന്നെ ഈ റിപ്പോർട്ടിൽ പറയുന്നു. അങ്ങനെ മാഫിയ എന്ന് പറഞ്ഞത് കൊണ്ടാണ് അദ്ദേഹം മാപ്പ് പറയണം. അങ്ങനെ ഒരു മാഫിയ ഇല്ല എന്ന് അവർ പറയുന്നു. കാരണം തിലകൻ ചേട്ടനെ ഒറ്റപ്പെടുത്താൻ, ഒരു കുറ്റവും ചെയ്യാത്ത തിലകൻ ചേട്ടനെ മലയാള നാടകവേദിയിൽ സിനിമയിൽ നിന്നും മാറ്റാൻ ശ്രമിക്കുന്നു. വിലക്കുണ്ടോ എന്ന് ചോദിച്ചാൽ വിലക്കില്ല. പിന്നെ അങ്ങനെ വിലക്കുന്നത്? അതാണ് ഏറ്റവും രസാവകം. ഒരു പ്രൊഡ്യൂസറെ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ഡേറ്റ് ചോദിച്ചാൽ, ഡേറ്റ് കൊടുക്കണമെങ്കിൽ അദ്ദേഹം ചോദിക്കും, കൂടെ ആരൊക്കെയാണ് ഉള്ളത്? ആ തിലകനുണ്ട്. എന്നാൽ ഡേറ്റ് ഇല്ല. അപ്പം വിലക്കാണോ അത്? വിലക്കല്ല. സാങ്കേതികമായി പറഞ്ഞാൽ വിലക്കല്ല. പക്ഷെ തിലകനുണ്ട്, ഞങ്ങൾ അഭിനയിക്കുന്നില്ല. ഇതല്ലേ നടന്ന യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തിൽ ആർക്കെങ്കിലും കണ്ണടയ്ക്കാനൊക്കുമോ? അദ്ദേഹത്തെ അങ്ങനെയല്ലേ ഒതുക്കിയത്. അദ്ദേഹത്തിൻ്റെ അഭിനയിക്കാൻ ആരും തയ്യാറായില്ല. ഇതിനെ അവസാനം അദ്ദേഹം സീരിയലിലേക്ക് പോകാൻ വേണ്ടി ഒരാൾ വന്ന് അദ്ദേഹത്തെ ക്ഷണിച്ചു. ആ സീരിയലും വിലക്കപ്പെട്ടു. അങ്ങനെയാണ് അവസാനം അമ്പലപ്പുഴയിൽ അദ്ദേഹത്തിന് വേണ്ടി അമ്പലപ്പുഴ അക്ഷരജ്വാല എന്ന് പറയുന്ന ഒരു നാടകസമിതി ഉണ്ടാക്കി അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത് അദ്ദേഹം അഭിനയിച്ച് ഇത് കേരളത്തിലോടിയത്. ആ സന്ദർഭത്തിലല്ല അദ്ദേഹം പിന്നെ സിനിമയിലേക്ക് പോയത്, ഇന്ത്യൻ റുപ്പിയിലേക്ക് പോയത്, രഞ്ജിത്തിൻ്റെ ഇന്ത്യൻ റുപ്പിയിലേക്ക്. അന്നും അദ്ദേഹത്തിന് മലയാള സിനിമയിൽ കിട്ടിയ സ്വീകാര്യത ആർക്കെങ്കിലും നിഷേധിക്കാനൊക്കും? അദ്ദേഹത്തിന് എപ്പോഴും അദ്ദേഹം ചോദിച്ചൊരു കാര്യമുണ്ട്, ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ടാണ് എന്നെ ഇവർ മാറ്റി നിർത്തുന്നത്? ഞാൻ കൃത്യം എഗ്രിമെൻ്റ് വെച്ചാൽ രാവിലെ 9 മുതൽ വൈകുന്നേരം രാത്രി 9 മണിയാണ് എൻ്റെ എഗ്രിമെൻ്റ് ഡേറ്റ് സമയം. ഞാൻ 8:55 ചെല്ലും, 9:05 തിരിച്ചു പോരും. അല്ലാതെ ഒരു ദിവസമെങ്കിലും ഞാൻ താമസിച്ചോ നേരത്തെയോ പോയിട്ടില്ല. അനുമതിയില്ലാതെ ഒരു സംവിധായകൻ്റെയും ഒരു പ്രൊഡ്യൂസർക്കും നഷ്ടം ഉണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചില്ല എൻ്റെ ഈ പുതിയ ജീവിതത്തിൽ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ്. എനിക്ക് എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടി കിട്ടുന്നില്ല. പിന്നെ എന്തുകൊണ്ട് അവരെന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നു? അതാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടാത്ത ചോദ്യമായി മരിക്കുന്നതും വരെ അദ്ദേഹത്തിന് മുമ്പിലുണ്ടായിരുന്നത്. ഇതിന് ഉത്തരം വേണ്ടേ? എന്ത് കാര്യങ്ങൾ അദ്ദേഹത്തെ മാറ്റി നിർത്തി? അത് പൊതുസമൂഹത്തിനോട് പറയാൻ ഇവർ ബാധ്യസ്ഥരല്ലേ? ചില ഇന്ന കുഴപ്പക്കാരനാണ്, ആ കുഴപ്പം പറയണ്ടേ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ? പിന്നെ എന്തിനങ്ങനെ മാറ്റി നിർത്തിയോ? മലയാള സിനിമയിൽ ഇത്രയും നിറസാന്നിധ്യമായ എത്രയോ കഥാപാത്രങ്ങൾ മലയാള പ്രേക്ഷകർക്ക് സമ്മാനിച്ച തിലകനെ പോലൊരു മഹാനടനെ മാറ്റി നിർത്തി
എത്ര നല്ല കഥാപാത്രങ്ങളാണ് നമുക്ക് നഷ്ടപ്പെടുത്തിയത്. ശ്രീ അമ്പലപ്പുഴ രാധാകൃഷ്ണൻ, അതിന് ഇപ്പോൾ ഇപ്പോഴും മറുപടി പറയാം. ഒരു ലോബിയുണ്ട്. അതിൽ 10-15 ആളുകൾ ചേർന്ന്, അതായത് സംവിധായകരും പ്രധാനപ്പെട്ട താരങ്ങളും ഒക്കെ അടങ്ങുന്ന, നിർമ്മാതാക്കളൊക്കെ അടങ്ങുന്ന ഒരു വലിയ സംഘം. ആ സംഘമാണ് ഈ മലയാള സിനിമയെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നത്. ആര് സിനിമയിൽ വാഴണം, ആര് വീഴണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇവരാണ് എന്ന രൂപത്തിലാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത്. അത് ശരിവെക്കുന്ന കാര്യങ്ങളാണോ അന്നേ തിലകൻ പറഞ്ഞിരുന്നത്? അത് 100% ശരിയാണ്. 100%. എന്തിന് അവിടെ ചായ സപ്ലൈ ചെയ്യാൻ പോലും ഇവർക്ക് താല്പര്യമുള്ളവരില്ലെങ്കിൽ അവരെ പറഞ്ഞു വിടും. എത്രയോ അനുഭവങ്ങൾ അദ്ദേഹം പറഞ്ഞു, എത്രയോ അനുഭവങ്ങൾ. അത് ഒന്നൊന്നും രണ്ടൊന്നും അല്ല. അതിനെയൊക്കെ അദ്ദേഹം ചോദ്യം ചെയ്യുമായിരുന്നു. ഇപ്പം തന്നെ ഈ ഉയർന്നു വന്നിരിക്കുന്ന വിഷയങ്ങൾ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഇതിനെയൊക്കെ ചോദ്യം ചെയ്തതിൻ്റെ ഫലമാണ് അദ്ദേഹത്തിന് കിട്ടിയ ഈ പറഞ്ഞ വിലക്ക്. അങ്ങേര് നാടക സിനിമയിലുണ്ടെങ്കിൽ തീർച്ചയായും പലർക്കും ഈ പറഞ്ഞ പല പണികളും നടക്കത്തില്ല. ഞാൻ ആരാണ് എന്താണെന്നും അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടില്ല. അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു വാചകമുണ്ട്, ഈ മോഹൻലാൽ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എനിക്ക് അദ്ദേഹത്തിനോട് വലിയ സ്നേഹമാണ്, നല്ല നടനാണ്. എന്തുകൊണ്ട് അദ്ദേഹം എന്നിട്ട് ലാസ്റ്റ് അദ്ദേഹം ഉത്തരം പറയുന്നത് വെച്ചാൽ എന്ത് ചെയ്യാനൊക്കും, അവരുടെ കൂടെ അല്ലേ ചെയ്യാതിരിക്കാനൊക്കുമോ, നിൽക്കാതിരിക്കാനൊക്കുമോ. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഉത്തരം കിട്ടാതാണ് അദ്ദേഹം മരിക്കുന്നത്. ഒരു കാരണം വേണ്ടേ ഒരാളെ മാറ്റി നിർത്താൻ? അങ്ങനെ ഒരു കാരണവും അദ്ദേഹത്തിന് മുമ്പിലില്ല, അവരൊട്ട് പറഞ്ഞിട്ടുമില്ല. ആകെ അവർ പറഞ്ഞത് മാഫിയ എന്ന് പറഞ്ഞു. മാഫിയ എന്ന് പറഞ്ഞത് പിൻവലിച്ച് മാപ്പ് പറയണം. ഇപ്പോൾ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് മാഫിയ ഉണ്ടെന്ന്. അപ്പൊ പിന്നെ അതിൽ കൂടി തെളിവെന്തുവാ? ജുഡീഷ്യൽ കമ്മീഷനേക്കാളും വരുമൊന്നുമില്ലല്ലോ. അപ്പൊ തിലകൻ ചേട്ടൻ പറഞ്ഞത് 100% ശരിയാണ്.